എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാർക്ക് വെബിനെ കുറിച്ചാണ്. ഇന്റർനെറ്റിന്റെ തന്നെ മറ്റൊരു ഇരുണ്ട വശമാണ് ഡാർക്ക് വെബ്. എന്നിരുന്നാൽ പോലും ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇതിന് കാരണം സാധാരണ മനുഷ്യർക്ക് വേണ്ട ഒന്നും തന്നെ ഇവിടെ നിന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം രഹസ്യ സ്വഭാവം ഉള്ളത്. ടോർ പോലുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡാർക്ക് വെബിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ, മറ്റ് പേഴ്സണൽ ഡാറ്റകൾ മറ്റാരും ചോർത്തുവതിരിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഫയൽസുകളും മറ്റ് പേഴ്സണൽ ഡാറ്റകളും എല്ലാം ഒരു എൻക്രിപ്റ്റഡ് ഫയലിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പുറത്തു കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇതുവഴി നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ കള്ളക്കടത്താണ്. അതായത് പലതരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള വെപ്പണുകളും പല ലഹരി ഉൽപ്പന്നങ്ങളും ഇതുവഴി പരസ്പരം കൈമാറുന്നു. ഇതുകൂടാതെ പലതരത്തിലുള്ള ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകളും നിർമ്മിച്ച് അതുവഴി പണം തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വിശ്വാസയോഗ്യമായ ഒരു വ്യക്തിയോ സ്ഥാപനമോ ആണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന വിശ്വാസയോഗ്യമല്ലാത്ത ഒരു തരത്തിലുള്ള മെസ്സേജുകൾക്കോ ലിങ്കുകൾക്കോ റെസ്പോണ്ട് ചെയ്യരുത്. ഒരുപക്ഷെ അതിന്റെ ഉറവിടം ഡാർക്ക് വെബ് ആയിരിക്കാം. കൂടാതെ പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ഒരു മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടുകേൾവിയില്ലാത്ത പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ പേരുകൾ പോലും നാം ഇപ്പോൾ കേൾക്കുന്നത്. പലതരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള വെപ്പണുകളും ഇതുവഴി കൈമാറുന്നു. കൂടിവരുന്ന ക്രിമിനൽ കേസുകളുടെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വശമാണ് ഡാർക്ക് വെബ്. അതുകൊണ്ട് തന്നെ ക്രിമിനലുകളുടെ ഒരു സങ്കേതം തന്നെയാണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബിൽ പ്രവേശിക്കുന്ന വ്യക്തികളുടെ ഫയലുകളും പേഴ്സണൽ ഡാറ്റകളും എൻക്രിപ്റ്റഡ് ഫയലുകളാണെങ്കിൽ പോലും ഒരു ഹാക്കർക്ക് അത് ഹാക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിനെതിരെ സർക്കാർ പലതരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ വരുന്ന സ്കാം അലേർട്ട് മെസ്സേജുകളും ഫോൺ കോളുകളും. ഇത് പല പ്രൈവറ്റ് കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ഇതുകൂടാതെ പലതരത്തിലുള്ള സീക്രട്ട് മിഷനുകളും അണ്ടർ കവർ ഓപ്പറേഷനുകളും നടക്കുന്നുണ്ട്. ഇതുകൂടാതെ പല വിചിത്രമായ മൃഗങ്ങൾ, അഗ്രസീവായിട്ടുള്ള മൃഗങ്ങൾ എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ക്രിമിനലുകളും അവരുടെ പ്രവൃത്തികളും അടങ്ങിയ ഒരു കേന്ദ്രമാണ് ഡാർക്ക് വെബ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സാധാരണ മനുഷ്യരിൽ നിന്നും ഡാർക്ക് വെബ് വേറിട്ട് നിൽക്കുന്നത്. ഇതുകൂടാതെ ക്രിമിനലുകൾ ഇതുവഴി പരസ്പരം പരിചയപ്പെട്ട് അവർ പല പല പ്രവൃത്തികളും ചെയ്യുന്നു. ഡാർക്ക് വെബിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പറഞ്ഞതിലേറെ ഒഴിവാക്കിയ കാര്യങ്ങളാണ് ഡാർക്ക് വെബിനെ കുറിച്ച് കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.